നമസ്കാരം. കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായവുമായി മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ജോർജ് സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരന്റെ മകൻ അലക്സ് സോറസ് എത്തിയത് ആശങ്ക പരത്തുകയാണ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് എന്ന NGO സംഘടനയുടെ പേരിൽ ധനസഹായം നൽകാനാണ് അലക്സ് സോറസ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ചുമതലയുള്ള മുഹമ്മദ് യൂനസിനെ കണ്ടത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയ സംഘടനയാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിനുള്ള അമേരിക്കൻ സർക്കാരിന്റെ സഹായം നിർത്തിയതായി പ്രഖ്യാപിച്ച ഉടനാണ് അലക്സ് സോറസ് ധനസഹായ വാഗ്ദാനവുമായി മുഹമ്മദ് യൂനസിനെ കണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാകെ ദൈനംദിനം എന്നോണം ഇന്ത്യയെ വെല്ലുവിളിക്കുകയും ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനം നടത്തുകയും പാകിസ്ഥാനുമായി കൂടുതൽ സഹകരിക്കുകയും ചെയ്യുകയാണ് മുഹമ്മദ് യൂനസ്. ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്നും അനുസരിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നടപടി എടുക്കുമെന്ന് വരെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ പീഡനം അനുഭവിക്കുന്നുവെന്ന ഇന്ത്യയുടെ പ്രസ്താവന തള്ളിക്കളയിലും മുഹമ്മദ് യൂനസ് തൊഴിലാക്കിയിരുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് വരെ ഭീഷണി ഉയർത്തുന്നതിലേക്ക് മുഹമ്മദ് യൂനസ് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും മുഹമ്മദ് യൂനസ് സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന പ്രസ്താവനയല്ല. അദ്ദേഹത്തെ കൊണ്ട് ഇക്കാര്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരായ ഗൂഢാലോചനയുടെ ഭാഗമായി നിഗൂഢ ശക്തികൾ പറയിപ്പിക്കുന്നതാണ്. ഇക്കൂട്ടത്തിൽ ജോർജ് സോറസും കൂട്ടരും ഒക്കെയുണ്ട്. ട്രംപ് സർക്കാരിനെ പോലും വെല്ലുവിളിച്ചാണ് ജോർജ് സോറസിന്റെ NGO സംഘടന മുഹമ്മദ് യൂനസിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇതിനർത്ഥം. ട്രംപുമായി ഇക്കാര്യത്തിൽ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് തന്നെ ജോർജ് സോറസ് തയ്യാറെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ. ജോർജ് സോറസിന്റെ ഈ ഉത്സാഹം വിരൽ ചൂണ്ടുന്നത് അധികം വൈകാതെ തന്നെ അതിശക്തമായ എന്തെങ്കിലും ഇന്ത്യ വിരുദ്ധ നീക്കം ഉണ്ടാകാം എന്നതിലേക്കാണെന്ന് ചില വിദഗ്ധർ താക്കീത് നൽകുന്നു. റിപ്പബ്ലിക് ചാനൽ മേധാവി അർണബ് ഗോസ്വാമി ഇതോടെയാണ് ബംഗ്ലാദേശ് മോഡലിലുള്ള കലാപം ഇന്ത്യയിലും ഉണ്ടായേക്കാമെന്നും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മേൽ ഒരു കണ്ണ് വേണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ജോർജ് സോറസിന്റെ ഇന്ത്യയിലെ പാവയായ രാഹുൽ ഗാന്ധി അക്രമം, തീവയ്പ്, അരാജകത്വം ഇവ സൃഷ്ടിച്ചേക്കാമെന്നാണ് അർണബ് ഗോസ്വാമി മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യയിൽ അധികാരം തിരിച്ചു പിടിക്കാനാവില്ല എന്ന് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് കലാപത്തിന്റെ അട്ടിമറിയുടെ വഴികൾ അന്വേഷിക്കുന്നത്. അതിനായി എല്ലാ കലാപശേഷിയുള്ള സംഘടനകളെയും ഇവർ കൂട്ടുപിടിക്കുകയും ചെയ്യുന്നു. ഇതിനുദാഹരണമാണ് കഴിഞ്ഞ US സന്ദർശന വേളയിൽ ഖലിസ്ഥാൻ സംഘടനയെ പിന്തുണച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ.